ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 ടൈപ്പ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ബീട്രൂട്ട് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വാഴപ്പൂവ് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴപ്പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 1-2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1 ഉണക്കമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ അറിയാത്തവർക്കായിട്ട് വാഴപ്പൂവ് എങ്ങനെ എടുക്കേണ്ടത് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലത്തെ റെഡ് പോർഷനൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. അതുപോലെ ബഡ്സും എടുത്തു മാറ്റണം. ഇതിനുള്ളിലുള്ള വൈറ്റ് പാർട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിനിപ്പോൾ ഒരു ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട്. ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇവിടെ ഒരു തേങ്ങയുടെ മിക്സ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് ചതക്കിയെടുക്കാം. ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ഉണക്കമുളക് കീറിയത്, കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴപ്പൂവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വാഴപ്പൂവൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഉണ്ടാവും. 1/4 കപ്പ് തേങ്ങ, 1-2 വെളുത്തുള്ളി, 1-2 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടി തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, നല്ല ജീരകം ചേർത്ത് ഒന്ന് ചതക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില, അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള പയറൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഉണ്ടാവും. ഞാൻ അരിഞ്ഞതിന് ശേഷമാണ് കഴുകിയത്. 3/4 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ക്യാബേജിലൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇവിടെ തേങ്ങയുടെ മിക്സ് ആവശ്യമുണ്ട്. തേങ്ങ, ഉള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് ചതക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില, നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാബേജിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ക്യാബേജ് തോരൻ റെഡിയാവും. ഇപ്പോൾ ക്യാബേജ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ 4 ടൈപ്പ് തോരനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.